മൂപ്പൻ പറഞ്ഞേക്കണേ. ജന്തുക്കൾ അടയാളം കാണിച്ചിട്ട് പക്ഷി ജന്തുക്കൾ അടയാളം കാണിച്ച അതെ. പിന്നെ എങ്ങനെ ഈ കാടൊക്കെ നശിപ്പിച്ചതേ മുമ്പ് ഈട വന്ന കമ്പനിക്കാര് മുതലാളിമാരാണെന്ന എങ്ങനെ മൂപ്പൻ പറഞ്ഞേക്കണേ. ഈ കാടായ കാടൊക്കെ വെട്ടി അവിടെ വലിയ വലിയ തോട്ടങ്ങൾ വന്നു. ആരൊക്കെ പൊട്ടിച്ച് വലിയ വലിയ പുലികളുണ്ടാക്കി. നാട്ടി നട്ട വയലല്ല ഒരു മണ്ണിട്ട് മൂടി വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വെച്ച് മുട്ടായ മുട്ടല്ല ചിമന്നിട്ട് മൂടി. അങ്ങനെ പെയ്യ പെയ്യ അങ്ങനെ നാടൊക്കെ നശിച്ചു പോയി. നീ പറഞ്ഞത് ശരിയാണ് തമ്പിയെ. പണ്ടെന്റെ ഉപ്പും എന്നോട് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ വന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഈ മരങ്ങളൊക്കെ മുറിച്ച് ഇവിടെ തോട്ടം ഉണ്ടാക്കിയത്. എന്തായാലും നാളെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം മാറാം. മാനന്തവാടി ഞാൻ നിൽക്കാണ്ട് വീണ്ടും നിൽക്കാൻ തൊട്ടാത്ത വിളിച്ചു. ബഷീരെ നീ തുക്കൂർ കൂടി ഇവിടെ വന്ന് നിൽക്ക്, മഴയൊക്കെ മാറിയിട്ട് പോവാൻ. അതെ, തുക്കൂറായി ഞാൻ പറഞ്ഞ കേൾക്കൂല. തുറന്ന മണ്ണല്ലേ ഇവിടുന്ന് പോണ്ടോപ്പാന്ന് പറയും. ഇപ്പൊ 2 വർഷം മുമ്പ് ആക്സിഡന്റ് പറ്റിയപ്പോ ഈ കളിയും കാര്യം തളർന്നതിന് ശേഷം എന്റെ ഉപ്പിയൊക്കെ ചുക്കൂടല്ലേ. എന്തായാലും നിർബന്ധിച്ച് അവരെ കൊണ്ട് പോണം. ഓന്റെ കാര്യമൊന്നും പറയണ്ട. 24 മണിക്കൂർ 5-6 പേർക്ക് ഓടി നടക്കും. ആദ്യം തന്നെ കിട്ടിയ കാശ് ചീപ്പ് കുറിച്ച് കളയണം. ഈ ചീപ്പ് കൊണ്ടല്ലേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഓരോ ആവശ്യം പറഞ്ഞ് വിളിക്കരുത്. നീ വന്നത് നന്നായി കഴിക്കുക. എനിക്ക് പേര് മഴ വന്ന വലിയ പേടിയാ. അത് ചെറുപ്പത്തിലോ നീ ചുക്കൂട് വരുന്നവരെ എന്റെ അടുത്തിരിക്കും. നമുക്ക് നല്ല വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. അല്ലെങ്കിൽ വേണ്ട. നീ എപ്പോഴും പറഞ്ഞ ഒരു പാട്ടില്ലടാ, ഒരു കാടിന്റെ മക്കളുടെ പാട്ട്. അതൊന്ന് പാട്. അതെ, ഞാൻ വന്നിട്ടുണ്ടൊക്കെ കഴിച്ചു. അതെ, ഞാനല്ല ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കട്ടെ. എങ്ങനെ കോണ്ടിയിലെ പണക്കാരന്മാർ വന്ന് തക്ക കൂടി എല്ലാവരും ഞങ്ങൾ പോട്ടെ. ഇപ്പൊ അത് ജയിലത് വന്നാണ് കൂട്ടിയിരുന്നാണ്. ഞാൻ മരുന്നൊക്കെ കഴിച്ചു. മൂപ്പം പറഞ്ഞേക്കിന് ഈ മഴ ரொம்ப பிரச்சனை. ಈಗ ಬ್ಯಾಗ್ ಹಿಡಿದು ಮಾಡಿಕೊಳ್ಳಿ. ಆನಂದಕ್ಕೆ ಬೆಯ್ಯನ ಮഴ ಈಗ ನಾಡಿನ ಕೋಣ ಮಾತುನ ಹೆಂಗ ನಮ್ಮ ಉಪ ಬರ್ದೇಕಣೆ. ಆನಂದಕ್ಕೆ ಬೆಯ್ಯನ ಮഴ ಈಗ ನಾಡಿನ ಕೋಣ ಮಾತುನ ಹೆಂಗ ನಮ್ಮ ಉಪ ಬರ್ದೇಕಣೆ. எப்படி பண்ணது தெரிஞ்சா എനിക്ക് വിഷമൊന്നുമില്ല. നമുക്ക് കുറച്ചൊക്കെ ഭർത്താനൊക്കെ വന്നിട്ട് ഓക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാം. എന്താ തിരിച്ചു കൊടുക്കുന്ന പോലെ എവിടെ എവിടെ
അന്തർക്കട കടയില ഞാൻ ഈ പാലിലാക്കി പെരുമഴത്ത് നീ എങ്ങോട്ടും പോവില്ല. നീ അതിനൊരു കട വിളിച്ച് പറ, നാളെ അതിൽ രാവിലെ വന്ന് ചെയ്തതും തന്നെ അത് വിളിച്ച് പറ. അതിലേക്കാണ് എന്റെ യുദ്ധ പറഞ്ഞു പിന്നെ ഇത്തരം രക്ഷാപ്രവർത്തനം ചെയ്യുന്നവൻ, സഹായഹസ്തം നീട്ടുന്നവൻ, ഉച്ചിച്ച് കളിയാക്കി 10 പൈസ കൊടുക്കരുതെന്ന് പറയുന്ന മറ്റു വർഗം ഈ ദുരന്തത്തെക്കാൾ മഹാ ദുരന്തമാണ്. അവരെ വെറുതെ വിടില്ല, കാരണം അവർക്ക് മറുപടി കൊടുക്കുക. ബഷീർ ഈ ദുരന്തം നമ്മൾ അതിജീവിക്കും, ഇതും നമ്മൾ അതിജീവിക്കും, ഇതും നമ്മൾ അതിജീവിക്കും, ഇതും നമ്മൾ അതിജീവിക്കും. എനിക്ക് ജീവിക്കണം. ഉപ്പയില്ലാത്ത മക്കൾക്ക് വേണ്ടി, അമ്മയില്ലാത്ത മക്കൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. എന്റെ ചുക്കൂർന്ന പോലെ ഞാൻ അവരെ വളർത്തും, ഒരുപാട് പഠിപ്പിക്കും. ഈ ചൂരമ്പലിൽ ഈ കുട്ടക്കയും പൂർവാധിക ശക്തിയോടെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ളത് എത്രയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായിട്ട് നൽകുക. നമ്മൾക്ക് തിരിച്ചു വരണം, അല്ല നമുക്ക് തിരിച്ചു വരണം. ഈ ദുരന്തത്തിനിരയായവരെ രക്ഷിക്കാൻ ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയമന്യേ ഈ കേരളത്തിന്റെ ഐക്യപ്പെടലും സഹോദര്യവും പുനരധിവാസവും ഈ ലോകത്തിന് തന്നെ മാതൃകയാവട്ടെ. അതുകൊണ്ട് ഈ വയനാട്ടിന് വേണ്ടി മക്കളെ നമുക്ക് കൈകോർക്കാം. ഈ വയനാടിന് വേണ്ടി നമുക്ക് കൈകോർക്കാം. വാ വരും. കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഞാൻ എന്റെ ചുക്കൂറിനെ കൊണ്ട് നടന്നത്. ഇന്നലെ പാതിരാത്രിക്ക് അവന്റെ ഉമ്മ വന്ന് വിളിച്ചപ്പോ പോയല്ലേ പക്ഷേ വേണ്ടാത്തോലെ എനിക്ക് വേണ്ട. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ മക്കൾ നഷ്ടപ്പെട്ട എത്രയോ ഉമ്മമാരെ നഷ്ടപ്പെട്ട മക്കൾ, അച്ഛന്മാരുടെ അമ്മമാരെ നഷ്ടപ്പെട്ട മക്കൾ, മക്കൾ നഷ്ടപ്പെട്ട അച്ഛന്മാരെ അമ്മമാര്, നമ്മൾ ശുക്കൂറിന്റെ ഒരു കൂട്ടുകാരൻ നൗഫൽ അവരുടെ ദുരന്തമാക്കി കവിഞ്ഞ്
കൊച്ചുകുട്ടികളെ പോലെ പൊട്ടിക്കരയുന്ന അവര് രക്തബന്ധമെന്ന് പറയാൻ ഇനി ഇവിടെ ആരുമില്ല. ബഷീറൊക്കെയാണ് അവരുടെ ഉപ്പയും ഉമ്മയും, നമ്മളൊക്കെയാണ് അവരുടെ ഉപ്പയും ഉമ്മയും. ആ മോളി ശുക്കൂറിനെയാണോ ഒന്ന് വന്ന് നോക്ക് പറ്റി. അമ്മേ നന്നാടേ ജീരത്തൈ കുംഭം കുത്യതും കായാപാറിച്ചതും കറിക്കരിഞ്ഞതും നെയ്യിൽ പൊരിച്ചതും നീയറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞോളെ നീയറിഞ്ഞോ കറുത്ത പെണ്ണെ. ആയിരക്കണക്കിന് പേരാ സ്വന്തം ജീവൻ പറയപ്പെട്ടു. ഇവിടെ ഓടി നടക്കുന്നു നമ്മുടെ ബഷീർ, നമ്മുടെ ശുക്കൂർ. അതിലൊരാൾ സ്വന്തം ജീവൻ പറയപ്പെടുത്തി. അവന് ഒരുപാട് പേരെ രക്ഷിച്ചു. സൂര്യൻ തന്നെ പാലം തകർന്നു. അങ്ങോട്ട് പോകണ്ട അവരോട് എല്ലാവരും പറഞ്ഞു. അങ്ങോട്ടോടി പോകുമ്പോ പറഞ്ഞത് എന്താ പറയും? ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയില്ല, ഞാൻ തിരിച്ചു ചെല്ലും. വ്യക്തിയാണ് എന്റെ ഉപ്പ. എന്നെ കിട്ടിപ്പിടിച്ചൊരുപാട് നടന്ന് ഇങ്ങനെ പറഞ്ഞ അവരങ്ങോ ഓടിപ്പോയി. അവന് വെള്ള ചിറകുകളുള്ള
ഉണ്ടായിരുന്നു. എന്റെ നിന്നവർ പറഞ്ഞു പോലും വെള്ളക്ഷരം അവൻ പോകുമ്പോ പറഞ്ഞത് ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ അതൊരുപാട് പേര് ശക്തി തരും. പകയവൻ ചൂരൽ മലയെ കടന്നു കുടി. പക്ഷേ നമ്മളിവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ ജാതിയോ മതമോ സ്വന്തം ജീവനോ നോക്കിയല്ല പലപ്പോഴും സ്വയം സമർപ്പിക്കും. മനുഷ്യത്വം മാത്രമാണ് ഇത്. ജീവനുള്ള ശരീരമാണെന്ന് കേൾക്കുന്ന ആളെ രക്ഷപ്പെടുത്തും. അതിന് ജീവനില്ല എന്ന് അതിനെ ബന്ധിച്ച് കൈമാറും. അവനേക്കാൾ സങ്കടം നമുക്കാണ് ബഷീർ. ഓരോ ജീവൻ ഞാനോ ബഷീറോ പകരമാവുന്നത്. നമ്മൾ അതുകൊണ്ട്